വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഒരു ഓണാഘോഷം നടത്തി. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ വർഷവും വരുന്നതാണെങ്കിലും ഈ ഓണം ഫാമിലി ഒത്ത് നടത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അതായത് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഒരുമിച്ച് കുടുംബമുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാവരും ഒരേ വൈബാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസവും വളരെയധികം സന്തോഷമാണ് എല്ലാവരിലും നിറയ്ക്കുന്നത്. നല്ലൊരു പൂക്കൾ ഇതിനായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ രാത്രി ഞങ്ങളത് റെഡിയാക്കി. സിന്ധു ആണത് പൂക്കളം റെഡിയാക്കിയത്. ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. അതുമാതിരി തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും മാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഇതുപോലെ കായ വറുക്കലും ശർക്കര ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു 5 മണി ആയപ്പോഴാണ് ബാക്കി പണികളൊക്കെ ആരംഭിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ സാമ്പാർ റെഡിയാക്കി. എല്ലാം വീട്ടിൽ റെഡിയാക്കുക ചെയ്തേട്ടാ, ഒന്നും പുറത്തുനിന്ന് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 10-25 പേരെ കഷ്ടിയുണ്ടായുള്ളൂ. അതിനുശേഷം അച്ചാറ് തലേദിവസം തന്നെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മാങ്ങ. ഇത് ലാസ്റ്റ് താളിക്കാണ്. കായൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് നല്ല സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. അതിനുശേഷം രസമാണ് ഇവിടെ റെഡിയാക്കുന്നത്. ലാസ്റ്റ് കായം ഇട്ടതാണിത്. ഇതാണ് തികയാണ്ട് വന്നൊരു ഐറ്റം. പിള്ളേർ കഴിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാവരും കഴിച്ചു. അതുപോലെ തന്നെ പിള്ളേർക്കായിട്ട് പാലട പായസമാണ്. പിള്ളേർക്ക് പാൽ പായസമാണ് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം പാൽ പായസം പാലട അവർക്ക് വേണ്ടി റെഡിയാക്കി. എൻ്റെ ബ്രദറ് സെബിനെല്ലാം തലേ ദിവസം തുടങ്ങി അവൻ സഹായത്തിനുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നവൻ. പിന്നെ ഇത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിൻ്റെ ഇടയിൽ വേറെ വേറെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജുകളാണ് ഇതൊക്കെ. പിന്നെ ഒരു 100 പപ്പടാണ് ഞങ്ങൾ വറുത്തത്. അതിനുശേഷം എല്ലാവരും റെഡിയായി വന്നു. കുറിയൊക്കെ തൊട്ട് എല്ലാവരും സ്വീകരിച്ച്. ക്യാമറമാന്മാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-5 പേര് ക്യാമറ തന്നെ ഉണ്ടായിരുന്നു. 3-5 പേര്. രസമായിരുന്നു എല്ലാം. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഷൈജന് 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറാണ്. ഇതിൽ ഈ 2 അപ്പുറത്തിരിക്കുന്നതായിരുന്നു 2 സിസ്റ്റേഴ്സ്. അവരുടെ മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഷൈജൻ്റെ ബ്രദറ് മാത്രം പുറത്തുള്ള ആളുണ്ടായിരുന്നില്ല. ബാബുച്ചേട്ടൻ മാത്രം ഉണ്ടായില്ല. പിന്നെ കുറച്ച് പേര് പുറത്തുള്ളവരും അങ്ങനെയൊക്കെ കുറച്ച് പേരില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഓൺ ദ സ്പോട്ടിൽ പഠിച്ച ഒരു നല്ലൊരു തിരുവാതിരക്കളി കളിച്ചു. അപ്പം തന്നെ പഠിച്ചതാണ്. പക്ഷെ രസമായിരുന്നു. പിള്ളേരും വലിയവരും എല്ലാവരും കൂടിയിട്ടൊരു ഓണം തിരുവാതിരക്കളി. ഒരു ക്യാമറമാൻ നിൽക്കണുണ്ട. ലാഡറിൻ്റെ മുകളിലാണ് ഒരാൾ നിൽക്കുന്നത്, ഒരാൾ സൈഡിൽ നിൽക്കുന്നത്. സദ്യ മൊത്തത്തിൽ ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇനി എല്ലാവരും ഇത് കുട്ടികൾ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ആദ്യം തന്നെ വിളമ്പണതാണ്. പിള്ളേർക്കാണല്ലോ താഴെ ഇരിക്കാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അവരെ താഴെ ഇരുത്തി, പണ്ടത്തെ സ്റ്റൈലിൽ പായൊക്കെ വിരിച്ചിട്ട് അവരെ ഇരുത്തി.
എല്ലാ ഐറ്റംസും, പച്ചടി, കിച്ചടി, ഓലൻ, നാരങ്ങക്കറി, അച്ചാറ്, സാമ്പാർ, അങ്ങനെ എല്ലാം ഉണ്ടായി. നാരങ്ങക്കറി സൂപ്പറായിരുന്നു. ആ നാരങ്ങക്കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അതെൻ്റെ അമ്മച്ചിയാണ് വെച്ചത്. അതൊരു വേറൊരു ദിവസം അത് വീഡിയോ ആയിട്ടിടാം. സദ്യക്ക് ഒരു സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള പായസം വിളമ്പുന്നതാണ്. അതിനുശേഷം പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഡാൻസും വലിയവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാതിരി പാട്ടും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസിന് ശേഷം ഞങ്ങളുടെ സുന്ദരിക്കൊരു പൊട്ടുകുത്ത്, ആ പ്രോഗ്രാമില്ലേ, സുന്ദരിക്ക് ആര് പൊട്ടുകുത്തുന്നോ, അല്ല സുന്ദരിക്കൊരു പൊട്ടുകുത്ത്, അതായിരുന്നു പരിപാടി. എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടായി. അതിനുശേഷം ഫോട്ടോ സെക്ഷനാണിത്. എല്ലാ ഫാമിലി എല്ലാവരും ഫോട്ടോ എടുത്തു. ഊഞ്ഞാലാടിയിട്ടുള്ള ഫോട്ടോയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ഒത്തൊരു ഓണം, അതും നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വന്ന് പോണ ആളുകളായിരിക്കും. അതായത് നമ്മൾ ജനിച്ച കാലം തുടങ്ങി ഉണ്ടാവണവരല്ലല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ചിലർ ജനിച്ചപ്പോൾ തുടങ്ങിയുള്ളവരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകണം, അങ്ങനെ ആളുകളായിരിക്കും. പക്ഷേ ഈ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള അപ്പം ഞങ്ങളുടെ ഫാമിലി ഒത്തുള്ള ഒരു ഓണാഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം.